ഏതൊരു കർഷകൻ്റെയും സന്തോഷം എന്ന് പറയുന്നത് അവൻ വിതയ്ക്കുന്നത് പ്രകൃതി ഒരു വരദാനം പോലെ അവന് തിരിച്ചു നൽകുമ്പോഴല്ലേ. വളരെ മനോഹരമായ വാഴക്കൊലകൾ അങ്ങനെ ഞങ്ങൾക്ക് പ്രകൃതി വരദാനമായി നൽകി. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ കാണാൻ പോകുന്നത്. The most auspicious moment of being farmer is when nature bless you back for what you have honored, being a blessed farmer. എല്ലാവരും കൈയടിച്ച് മോനാണെന്ന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിനും കൂടെ നിൽക്കുന്നതിനും. താങ്ക് യു. അതുപോലെ തന്നെ ഈ കൃഷിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഷൈൻ വിജയൻ കുടുംബവും നമ്മുടെ ഈ പേരയം ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നല്ല ഒരു വിളവെടുപ്പ് നടത്തുന്നതിന് നേതൃത്വം നൽകിയ കൃഷി ഓഫീസറെ ആദ്യമായി തന്നെ അതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം പിന്നെ കൃഷിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലുടനീളം നല്ല രീതിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പേരയം ഗ്രാമപഞ്ചായത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി, അതായത് ചെറുപ്പക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു മനസ്സ് തോന്നിച്ച നിങ്ങൾക്ക് ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും. അഫ്സൽ സാറിനാണ് ഷൈനെ പരിചയപ്പെടുന്നതും ഈ പ്ലോട്ട് കാണുന്നതും പിന്നെ നമ്മൾ മെമ്പറുമായിട്ട് ഇങ്ങനൊരു വ്യക്തി ഇതിനകത്ത് സംബന്ധമായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും നമ്മുടെ വാർഡ് മെമ്പർ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം, കൃഷി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിനുള്ള ഭൂരിഭാഗമായിട്ടുള്ള പിന്തുണ നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള സജീവൻ്റെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ഇപ്പം നമുക്ക് ഈ ഒരു പ്ലോട്ട് കാണുമ്പോൾ ഇനിയും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് നമുക്ക് സംയോജിതമായിട്ടുള്ള കൃഷി സ്വീകരിച്ചാൽ മാത്രമേ കൃഷി മുമ്പോട്ട് നമുക്ക് വിജയിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത്തരത്തിൽ ഞാൻ ആദ്യമായിട്ട് ഷൈന് ഓഫീസിൽ വരുമ്പം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഷൈൻ ഇങ്ങനെ ഈ ഒരു കൃഷി ചെയ്യും എന്നൊന്നും വിചാരിച്ചില്ല. അന്ന് വന്നൊരു രീതിയൊക്കെ എങ്ങനെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുറച്ച് ഷെയ്ഡൊക്കെ ആയിരുന്നു, ഫുള്ള് കുറച്ച് കാടൊക്കെ ആയിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം, ഞാൻ അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ പറയാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി അതിൻ്റെ അടുത്ത ദിവസം തന്നെ JCB ഒക്കെ ആയിട്ട് വന്ന് ഇത് കംപ്ലീറ്റ് ഇവിടുത്തെ ഷെയ്ഡെല്ലാം മാറ്റി ഒരു കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പ്ലോട്ട് മാറ്റി. അപ്പോൾ ഞാൻ തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എല്ലാം ഒന്നും നമുക്ക് പരത്തി ചെയ്യേണ്ട, ഓരോന്നോരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം വാഴ ചെയ്യാം. വാഴയാകുമ്പോൾ വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ഇപ്പോൾ പച്ചക്കറി ആകുമ്പോൾ ഒരുപാട് നമുക്ക് കെയർ കൊടുത്ത് വേണം ആദ്യം തുടക്കത്തിൽ. പിന്നെ പുള്ളിച്ചിട്ട് തിരക്കുള്ള ആളാണ്, അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാനുള്ള ഒരു കുറവുണ്ടാവും. അപ്പം വാഴയിൽ തുടങ്ങാം. പിന്നെ അദ്ദേഹം ഒരു പണിക്കാരനെ ഇവിടെ സ്ഥിരമായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ പുള്ളി അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ വാഴയാണ് തുടങ്ങിയത്. പിന്നെ ഇനിയിപ്പാണ്ട് ഇപ്പോൾ നമ്മൾ റെയിൻ ഷെൽട്ടർ കൊടുത്തു. പിന്നെ അതിനകത്ത് പച്ചക്കറി ത്രൂഔട്ട് ഒരു വർഷം മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സംവിധാനമാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനകത്തേക്കുള്ള അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ഇനി കൃഷി ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ കൂടാതെ ഇദ്ദേഹത്തിന് ഒരു ഫാം സെറ്റപ്പ് വേണമെന്നുള്ളൊരു അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. വാർഡ് മെമ്പർ, കൃഷി ഓഫീസേഴ്സ്, അസിസ്റ്റന്റ് ഓഫീസേഴ്സ്, എല്ലാവരും ലൈക്ക് റെസ്പെക്റ്റഡ് ഓഫീസേഴ്സ്. എനിക്ക് എന്തോ പറയണമെന്ന് അറിയില്ല, ബിക്കോസ് എനിക്കിത് ഒട്ടും അറിയില്ല. മൊത്തത്തിലൊരു സർപ്രൈസാണ്. എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്നെ ഒരു ലാസ്റ്റ് വീക്കാണ് എന്നെ കൊണ്ടുവന്ന് ഇത് കാണിച്ചു. ഇത് കംപ്ലീറ്റ്ലി ഓൾ ക്രെഡിറ്റ്. ഇതാണ് സ്വർഗം അല്ലേ? അതല്ലേ കറക്റ്റ്? ഇതാണ് സ്വർഗം എന്ന് മനുഷ്യരെ സ്കൂളുകളിൽ പറഞ്ഞ് പഠിപ്പിച്ചാൽ, മനുഷ്യരിവിടെ വൃത്തിയായിട്ട് കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചാൽ, ചത്ത് സ്വർഗത്തിൽ ചെല്ലുമെന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരും ഇതിനൊരു നരകമായി കാണുന്നിടത്താണ് തോൽവി ഉണ്ടാവുന്നത്. ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.